ഇപ്പം ഞങ്ങളിവിടെ വരാൻ കാരണം നമ്മളുടെ MLA, ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട MLA, ഞങ്ങളുടെ എല്ലാ പാവപ്പെട്ട മനുഷ്യരെ വിളിച്ചിരുത്തിക്കൊണ്ട് അവരോട് സംസാരിക്കുന്ന ഒരു MLA. അങ്ങനെയുള്ള ആ ഒരു MLAയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒരുപാട് വേദനിക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെയധികം വേദനയുണ്ട്. എന്തിനാണ് ഇത്തരം ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്ന മാതിരി ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തിനാണ് എന്നുള്ളതിന് മനസ്സിലാവുന്നില്ല. കാരണം എന്താണ് അതിൻ്റെ ആവശ്യകത എന്നുള്ളതൊന്നും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. കാരണം അത് രാഷ്ട്രീയമാണ്. നമ്മൾ ഈ രാഷ്ട്രീയ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയധികം ചവിട്ടി അമർത്താനുള്ള ഒരു പരിശ്രമം നടത്തുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ വളരെയധികം വേദന. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പറയണേ, എവിടെ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിക്കുന്ന മനുഷ്യൻ മാത്രമല്ല, എന്ത് ആവശ്യങ്ങളും മനുഷ്യർക്ക് വേണമെങ്കിൽ അത് സഹായിക്കുന്ന ഒരു MLAനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതിന് പെട്ടെന്ന് എന്താണ് ഇത്തരം മൂർച്ച കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അതിനൊരു വേദന ഉണ്ട്. ആ വേദനയോടുകൂടിയാണ് ഞാൻ ഇപ്പം ഇന്നലെയും വന്നു, ഇന്നും വന്നു. ഇവിടുത്തെ സ്ഥിതി എന്താണ്, എങ്ങനെയാണ് ഇതിനെ ഫോളോ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധമാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അതിനാണ് ഇന്നും ഒന്ന് വന്നിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു തണുപ്പിക്കാൻ മനസ്സായില്ല. ഇതൊക്കെ സംഭവിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു തണുപ്പിക്കുക എന്നുള്ളൊരു ഇതിൽ മാത്രം വന്നിട്ട് ഇവിടെ ഇരുന്നതാണ് ഇന്ന്.